Hi students, welcome to ASF Academy. This is Femi. Today we discuss final accounts with adjustment. ഓൾറെഡി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നുള്ള സബ്ജക്റ്റിൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ ഫൈനൽ അക്കൗണ്ട്സിനെ കുറിച്ചിട്ടായിരുന്നു. അതായത് അതിൻ്റെ തിയറി പാർട്സ് എന്താണ് ഫൈനൽ അക്കൗണ്ട്സ് എന്നും അതിൽ ട്രയൽ ബാലൻസ് എന്താ, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്താ, ബാലൻസ് ഷീറ്റ് എന്താ, അങ്ങനത്തെ ഉള്ള ഡീറ്റെയിൽസും അതിൻ്റെ എല്ലാ ഒരു ഫോർമാറ്റ് എല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു എക്സാമിൻ ടൈമിൽ നമുക്ക് വേണ്ട അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഇല്ലേ, അതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നുള്ള സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ എസ്സേയിൽ ഫൈനൽ അക്കൗണ്ട്സിന് ഒരു ക്വസ്റ്റ്യൻ കമ്പൽസറി ആണ്. എസ്സേ 3 എസ്സേ ഉണ്ടെങ്കിൽ അതിലൊരു എസ്സേ എന്തായാലും പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്, അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. അതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ അഡ്ജസ്റ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നും അത് എവിടെയെല്ലാം ഷോ ചെയ്യുക എന്നുള്ളതാണ് സിമ്പിൾ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് ക്ലോസ് സ്റ്റോക്ക്. ഏതൊരു ക്വസ്റ്റ്യനിലും ട്രയൽ ബാലൻസ് കഴിഞ്ഞിട്ട് അടിയിൽ അഡ്ജസ്റ്റ്മെന്റ്സിൽ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടും ക്ലോസ് സ്റ്റോക്ക് എമൗണ്ട് ആണ് കൊടുത്തിട്ടുണ്ടാവുക. എന്താണ് ക്ലോസ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ? ഇറ്റ് മീൻസ് ദ വാല്യൂ ഗുഡ്സ് റിമൈനിങ് അൺസോൾഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ട് പീരീഡ്. അത് ആ വർഷം വിറ്റ് തീരാത്ത നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് എന്താണ്, അതാണ് ക്ലോസ് സ്റ്റോക്ക്. അതൊരിക്കലും നോർമലി ട്രയൽ ബാലൻസിൽ കാണിക്കാറില്ല. കാരണം എല്ലാ അക്കൗണ്ട്സും കഴിഞ്ഞിട്ട്, അതായത് ട്രയൽ ബാലൻസ് കാണിക്കാത്ത കാരണം എല്ലാ അക്കൗണ്ട്സും ക്ലോസ് ചെയ്ത ശേഷം മാത്രമാണ് നമ്മൾ ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ദ വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ആഫ്റ്റർ ദ അക്കൗണ്ട്സ് ഹാവ് ബീൻ ക്ലോസ്ഡ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ട്രയൽ ബാലൻസിൽ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കാത്തത്. ഇനി ഈ ക്ലോസിംഗ് സ്റ്റോക്ക് അങ്ങനെ തന്നു കഴിഞ്ഞാൽ എവിടെയെല്ലാം ഷോ ചെയ്യുക? നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് തരുന്ന എൻട്രീസ് എല്ലാം, അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് എല്ലാം രണ്ട് സ്ഥലങ്ങളിലാണ് നമ്മൾ ഷോ ചെയ്യുക. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുക ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ ട്രേഡിംഗ് അക്കൗണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ എമൗണ്ട് കാണിക്കും. അതിന്റെ പുറമെ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലും കാണിക്കും ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി സപ്പോസ് ട്രയൽ ബാലൻസിന് തന്നിട്ടുണ്ട്, അപ്പിയേഴ്സ് ഇൻ ദ ട്രയൽ ബാലൻസ് തന്നാൽ നമ്മൾ ഒരു സൈഡിലേ കാണിക്കുള്ളൂ. ഷോ ഓൺലി ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് രണ്ട് സൈഡിലാണ് നോർമലി കാണിക്കുക. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ്, ഒന്ന് ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ്. ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിൽ മാത്രമേ ഉള്ളൂ കാണിക്കുക. നെക്സ്റ്റ് എൻട്രി ഏതാണ്? ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്. ദാറ്റ് മീൻസ് ദോസ് എക്സ്പെൻസസ് വിച്ച് റിമൈൻ അൺപെയ്ഡ് അറ്റ് ദ അക്കൗണ്ടിംഗ് പീരിയഡ്. ആ വർഷം അടച്ചു തീർക്കാത്ത എക്സ്പെൻസസ്. ഫോർ എക്സാമ്പിൾ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ്, റെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ്. ഇതൊക്കെ സ്ഥിരം നമ്മൾ കാണുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആണ്. അതായത് എന്തെങ്കിലും ഒരു എക്സ്പെൻസസ് ആ വർഷം അടക്കേണ്ടതായിരുന്നു, പക്ഷെ നമ്മൾ അടച്ചിട്ടില്ല. ആ ഒരു എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് റിമെയിൻ അൺപെയ്ഡ്. അത് ഇതേപോലെ നമ്മൾ രണ്ട് സൈഡിൽ കാണിക്കണം. ഒന്നല്ലെങ്കിൽ added to the concerned expenses on the debit side of the trading or profit or loss account. അതായത് ട്രേഡിംഗ് അക്കൗണ്ടിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ആ ഒരു എക്സ്പെൻസിന്റെ കൂടെ ആഡ് ചെയ്യുക. അല്ല പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിനോട് റിലേറ്റഡ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ വേജസ് ആണ് ഔട്ട്സ്റ്റാൻഡിംഗ് എങ്കിൽ വേജസ് നമ്മൾ എവിടെ കാണിക്കുക? ട്രേഡിംഗ്. അപ്പോൾ വേജസിന്റെ കൂടെ ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ്. അല്ല സാലറി ആണെങ്കിലാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലെ സാലറിയുടെ കൂടെ ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്ന് പറഞ്ഞ് കാണിക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് നമ്മൾ കാണിക്കേണ്ട സ്ഥലം. സെക്കൻഡ് നമ്മൾ കാണിക്കേണ്ട എവിടെ? ബാലൻസ് ഷീറ്റിൽ കറന്റ് ലയബിലിറ്റി സൈഡിലെ ബാലൻസ് ഷീറ്റിലെ കറന്റ് ലയബിലിറ്റീസിന്റെ അണ്ടറിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്. ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി വെച്ചാൽ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് വെച്ചാൽ അവിടെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രയൽ ബാലൻസിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ട്രയൽ ബാലൻസിൽ ഇല്ലെങ്കിൽ നമ്മൾ രണ്ട് സൈഡിൽ കാണിക്കും. ട്രയൽ ബാലൻസിൽ വന്നിട്ടുണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രമേ നമ്മൾ ഷോ ചെയ്യുള്ളൂ. അത് ബാലൻസ് ഷീറ്റിലാണ് ഷോ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. നേരത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് കൊടുത്തിട്ടില്ല. അപ്പൊ പ്രീപെയ്ഡ് എക്സ്പെൻസസ് മുൻകൂട്ടി കൊടുക്കുക. പേയ്മെന്റ് മെയ്ഡ് ഇൻ ദ കറന്റ് ഇയർ ബട്ട് റിലേറ്റഡ് ടു ദ നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷത്തിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേയ്മെന്റ് ഈ വർഷം നമ്മൾ ചെയ്യുക. അതായത് പ്രീപെയ്ഡ് എക്സ്പെൻസസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് ആണെങ്കിൽ ആഡ് ചെയ്യരുതെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആകുമ്പോൾ ലെസ് ചെയ്യുക. കൺസേൺ എക്സ്പെൻസസിൽ നിന്ന് ഡിഡക്ട് ചെയ്യുക. ഡിഡക്റ്റഡ് ഫ്രം ദ കൺസേൺ എക്സ്പെൻസസ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ ട്രേഡിംഗ് ഓർ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. ഓക്കെ, അതാണ് ഫസ്റ്റ് നമ്മൾ കൺസേൺ ചെയ്യേണ്ട കാര്യം. സെക്കൻഡ് എന്ന് പറയുന്നത് അത് കാണിക്കുക എവിടെയാണ്?
അസറ്റ് സൈഡിലാണ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാറ്. ഓക്കെ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ലയബിലിറ്റി സൈഡിൽ കറന്റ് ലയബിലിറ്റീസിൽ കാണിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് അത് ലെസ് ചെയ്യാണ് ആഡ് ചെയ്യാണ് ചെയ്ത്. ഇവിടെ പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആവുമ്പോൾ ലെസ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഏതാണോ എക്സ്പെൻസസ് ആ എക്സ്പെൻസസ് ലെസ് ചെയ്യുക, അസറ്റ് സൈഡിൽ കാണിക്കുക. ഓക്കെ, ഇനി സപ്പോസ് അത് ട്രയൽ ബാലൻസിന് മാത്രം വന്നിട്ടുണ്ട് എന്നുണ്ട്, ട്രയൽ ബാലൻസിന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരൊറ്റ പ്ലേസിലേ ഉള്ളൂ അത് കാണിക്കുക. അപ്പൊ അത് അസറ്റ് സൈഡിൽ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അക്രൂഡ് ഇൻകം. ഇപ്പൊ രണ്ട് എക്സ്പെൻസ് ക്ലോസിംഗ് സ്റ്റോക്ക് കഴിഞ്ഞു, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസും പ്രീപെയ്ഡ് എക്സ്പെൻസ്, രണ്ട് എക്സ്പെൻസസ് കഴിഞ്ഞു. നെക്സ്റ്റ് ഇൻകം ആണ് പറയുന്നത്, അക്രൂഡ് ഇൻകം. ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് ബൈ ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ. ആ വർഷം ഏൺ ചെയ്തിട്ടുണ്ട് പക്ഷെ റിസീവ് ചെയ്തിട്ടില്ല, നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ കൈപ്പറ്റിയിട്ടില്ല. ഓക്കെ, ലൈക്ക് എന്താ എക്സാമ്പിൾ പറയാ, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ റെന്റ് ഓൺ ബിൽഡിംഗ്, കമ്മീഷൻ, അങ്ങനെയല്ല, എല്ലാം നമുക്കുള്ളതാണ് പക്ഷെ നമ്മൾ കൈപ്പറ്റിയിട്ടില്ല. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താണ്, ഇൻകാണ്. ഇൻകം എവിടെ നമ്മൾ കാണിക്കുക, ലോസസും എക്സ്പെൻസസും ഡെബിറ്റ് സൈഡിൽ കാണിക്കുമ്പോൾ ഇൻകംസ് എവിടെ കാണിക്കുക, ക്രെഡിറ്റ് സൈഡിൽ. അപ്പൊ ആഡഡ് ടു ദ കൺസേൺ ഇൻകം ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ പ്രോഫിറ്റ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ആ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത് അക്രൂഡ് ഇൻകം. അതേപോലെ അത് ഇൻകാണ്, നമുക്ക് കിട്ടുന്ന ഒരു അസറ്റ് ആണ്. സോ അസറ്റ് സൈഡിൽ കാണിക്കണം, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ നമ്മൾ ഷോ ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രയൽ ബാലൻസിന് അപ്പയർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ട്രയൽ ബാലൻസിന് കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വി ഷോ ഓൺലി വൺ പ്ലേസ്, ദാറ്റ് പ്ലേസ് ഈസ് ദ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് കാണിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇപ്പൊ അക്രൂഡ് ഇൻകം പറഞ്ഞപ്പോൾ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട് ബട്ട് നോട്ട് റിസീവ്ഡ്. ഇവിടെ എന്താ, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തിക്കുക. അതായത് ഹോൾ എമൗണ്ട് ഓഫ് ദി ഇൻകം റിസീവ്ഡ് ഇൻ ആൻ അക്കൗണ്ടിംഗ് ഇയർ does not belong to the current year. A part of it may be related to the next year. അതായത് നമ്മളൊരു എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന്റെ ഫുൾ എമൗണ്ട് ഈ വർഷത്തില്ല, അതിനൊരു പോർഷൻ അടുത്ത വർഷത്തിൽ കൂടി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, അതാണ് റിസീവ് ഇൻ അഡ്വാൻസ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് പറയുമ്പോൾ പെയ്ഡ് ഇൻ അഡ്വാൻസ്, അപ്പൊ ഇത് റിസീവ് ഇൻ അഡ്വാൻസസ്. ഓക്കെ, അപ്പോൾ റിസീവ് ഇൻ അഡ്വാൻസസ് ആണ്. സോ വി എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. കൺസേൺ ഇൻകത്തിൽ നിന്ന്, അതിലില്ല ഇൻകത്തിൽ നിന്ന് അടുത്ത വർഷത്തിൽ വരുന്ന ആ എക്സ്ട്രാ ഏൺ ചെയ്ത ആ ഇൻകം ലെസ് ചെയ്യണം. അപ്പോഴേ കറക്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, സോ ഡിഡക്റ്റഡ് ഫ്രം ദ കൺസേൺ ഇൻകം ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലെ ആ ഇൻകത്തിൽ നിന്ന് ലെസ് ചെയ്യണം. അതൊരു ലയബിലിറ്റി ആണ്, ഈ വർഷത്തെ അല്ല അടുത്ത വർഷത്തെ, അപ്പൊ ലയബിലിറ്റി, നമുക്ക് അസറ്റ് അല്ല. സോ ഷോ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ട്രയൽ ബാലൻസിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അപ്പിയേഴ്സ് ഇൻ ദ ട്രയൽ ബാലൻസസ് വി ഷോ ഓൺലി വൺ പ്ലേസസ്, ദാറ്റ് ഈസ് ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ മാത്രമാണ് കാണിക്കുക. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞതിൽ ഒന്ന് ക്ലോസ് സ്റ്റോക്ക് ആണ്. ക്ലോസ് സ്റ്റോക്കിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കും, പിന്നെ അസറ്റ് സൈഡിൽ കാണിക്കും. പിന്നെ പറഞ്ഞ കണക്ട് ചെയ്ത് ഓർക്കാൻ പറ്റുന്നതാണ്. ഒന്ന് ഏതായിരുന്നു, പ്രീപെയ്ഡ് എക്സ്പെൻസസും ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസും, പിന്നെ പ്രീപെയ്ഡ് ഇൻകം, ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം, അല്ലെങ്കിൽ അക്രൂഡ് ഇൻകം, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസസ്. അതിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസസ് നമ്മൾ ലെസ് ചെയ്യുക ചെയ്തിരിക്കണേ. ഇവിടുന്ന് ഡെബിറ്റ് സൈഡിന്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നിന്ന് ലെസ് ചെയ്യുക ചെയ്ത്. അതേപോലെ അക്രൂഡ് ഇൻകം ആഡ് ചെയ്യുമ്പോൾ എന്താണ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസസ് ലെസ് ചെയ്യാണ് ചെയ്യുന്നത്. കൺസേൺ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ലെസ് ചെയ്യാണ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണക്ട് ചെയ്തിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ആ ഒരു സെറ്റ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പറയുന്നത് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ പറഞ്ഞ എന്താ, ഡിക്രീസസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഡ്യൂ ടു ദ വെയർ ആൻഡ് ടയർ, പാസേജ് ഓഫ് ടൈം ഓർ ഒബ്സലൻസസ്. അതായത് അസറ്റിന്റെ വാല്യൂ കുറയുക, അതാണ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷന് ഈ പറഞ്ഞ പോലെ നമ്മൾ രണ്ട് പ്ലേസിൽ കാണിക്കണം. അത് എന്തിനോട്, ഫാക്ടറിനോട് റിലേറ്റഡ് ഡിപ്രിസിയേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ കാണിക്കും, ട്രേഡിംഗ് അക്കൗണ്ടിൽ. അല്ലാതെ വരുന്നതാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതാണ് ഡെബിറ്റ് സൈഡ് ഓഫ് ദ ട്രേഡിംഗ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഏത് അസറ്റ് ആണെന്നുള്ള അനുസരിച്ചിട്ടിരിക്കും, ട്രേഡിംഗിലാണോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണോ കാണിക്കേണ്ടത്. അങ്ങനെ നമ്മൾ അവിടെ കാണിച്ചതിന് സെക്കൻഡ് എവിടെ കാണിക്കണം, ഡിറ്റക്റ്റഡ് കൺസേൺ അസറ്റ് ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ നിന്ന് അത് കുറക്കണം, ലെസ് ചെയ്യണം. ആ അസറ്റിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്യണം ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി സപ്പോസ് നേരത്തെ പറഞ്ഞ ഓരോ ഇതിൽ പറയുന്ന പോലെ തന്നെ ട്രയൽ ബാലൻസിലാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ വൺ സൈഡിലേ കാണിക്കുള്ളൂ. അതെവിടെയാണ് കാണിക്കുക,
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ മാത്രമാണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷൻ ഒന്നല്ലേ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ, പിന്നൊന്ന് കാണിക്കുക ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ നിന്ന് ആ അസറ്റിൽ നിന്ന് ഡിഡക്ട് ചെയ്യുക. അല്ല ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിൽ മാത്രം കാണിക്കുക. നെക്സ്റ്റ് അപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ പറഞ്ഞാൽ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ആണെങ്കിൽ, അപ്രീസിയേഷൻ പറഞ്ഞാൽ എന്താ, ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്താണ്, ഒരു ഇൻകാണ്, ദാറ്റ് മീൻസ് നമുക്കൊരു ഏർണിംഗ് ആണ്. അപ്പൊ എവിടെയാണ് നമ്മൾ കാണിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ, ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. മറ്റേത് ഡിപ്രീസിയേഷൻ നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് കാണിച്ചത്, അപ്രീസിയേഷൻ ആകുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അതേപോലെ ബാലൻസ് ഷീറ്റിൽ എങ്ങനെ നമ്മൾ ഡിപ്രീസിയേഷൻ കാണിച്ചിരുന്നത്, അസറ്റിൽ നിന്ന് ആ ഒരു എമൗണ്ട് ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ട് ലെസ് ചെയ്യുക ചെയ്തിരുന്നത്, ഇവിടെ അസറ്റിന്റെ കൂടെ ആഡ് ചെയ്യാണ് ചെയ്യണം. ആഡ് ടു ദ കോസ്റ്റ് ഓഫ് ദി അസറ്റ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ ആ കോസ്റ്റിന്റെ അസറ്റിന്റെ കോസ്റ്റിൽ കൂടെ ഇത് ആഡ് ചെയ്യാണ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷന് നമ്മൾ ഒരു പ്രൊവിഷൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ചാർജിന് പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കാണിക്കേണ്ടത്, കറന്റ് ഇയർ depreciation should be debited to the profit and loss account. Profit and loss account ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അതേപോലെ total provision for depreciation should be deducted from the original cost of the asset on the balance sheet. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലെ അതിന്റെ ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ നമ്മൾ ലെസ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ബാഡ് ഡെപ്റ്റ്. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കിട്ടാക്കടം. when the amount due from debtors but is found irrecoverable, നമുക്ക് കിട്ടുന്നില്ല, നമ്മളത് റിക്കവറബിൾ അല്ല എന്ന് മനസ്സിലാക്കുകയാണ്. അതാണ് ബാഡ് ഡെപ്റ്റ് എന്ന്. ബാഡ് ഡെപ്റ്റ് ഈ പറഞ്ഞ പോലെ എവിടെ ഷോ ചെയ്യും, നമുക്കുള്ള ലോസ് ആണ്. ലോസ് ആകുമ്പോൾ എവിടെ കാണിക്കേണ്ടത്, ഡെബിറ്റ് സൈഡിൽ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് ബാഡ് ഡെപ്റ്റ് കാണിക്കേണ്ടത്. അതേപോലെ നമ്മൾ വേറൊരിടത്തും കൂടി കാണിക്കുന്നത് അത് എവിടെയാണ്, ഡെപ്റ്റേഴ്സിൽ നിന്ന് ബാഡ് ഡെപ്റ്റ് ലെസ് ചെയ്യണം. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഡെപ്റ്റേഴ്സിൽ നിന്ന് ബാഡ് ഡെപ്റ്റ് ലെസ് ചെയ്യണം. ഓക്കെ, ഒന്ന് ഡെബിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്, സെക്കൻഡ് വൺ നമ്മൾ ഷോ ചെയ്യുക അസറ്റ് സൈഡിന്റെ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലെ ഡെപ്റ്റേഴ്സിൽ നിന്ന് ലെസ് ചെയ്യുക, ഡിഡക്ട് ചെയ്യുക ആ എമൗണ്ട് ബാഡ് ഡെപ്റ്റ്. ഇനി സപ്പോസ് ട്രയൽ ബാലൻസിനാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ വി ഷോ ഓൺലി വൺ പ്ലേസ്, ദാറ്റ് ഈസ് ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ഓക്കെ, അത് ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ആ എമൗണ്ട് ട്രയൽ ബാലൻസിൽ വന്നിരിക്കുന്നത് എന്നാണ് മീനിങ്. ഓക്കെ, നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. പ്രൊവിഷൻ ആണ്. അപ്പൊ പ്രൊവിഷൻ ആവുമ്പോൾ നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്, സാധ്യതയാണ്. എക്സ്പെൻസസ് ആവാലോ ലോസസ് ആവാലോ സാധ്യത, അപ്പൊ അതിനുള്ള ഒരു പ്രൊവിഷൻ ആണ്. അപ്പൊ സോ വി ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അതേപോലെ വേറെ എവിടെ കാണിക്കണം, അസറ്റ് സൈഡിലെ ഡെപ്റ്റേഴ്സിൽ നിന്ന് ഡിഡക്ട് ചെയ്യണം. അപ്പൊ ഡെപ്റ്റേഴ്സിൽ നിന്ന് ഓൾറെഡി ബാഡ് ഡെപ്റ്റിന്റെ ഡിഡക്ട് ചെയ്യണം പറഞ്ഞു, ലെസ് ചെയ്യണം പറഞ്ഞു. ഇപ്പൊ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അതും ലെസ് ചെയ്യണം. ഓക്കെ, ഡിഡക്റ്റീവ് ഫ്രം ദ ഡെപ്റ്റേഴ്സിൽ നിന്ന് ലെസ് ചെയ്യണം. ഡിഡക്റ്റീവ് ഫ്രം ദ ഡെപ്റ്റേഴ്സ് ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഡെപ്റ്റേഴ്സിൽ നിന്ന് രണ്ടെണ്ണം ലെസ് ചെയ്യാണ്ട് പറഞ്ഞു കഴിഞ്ഞ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിന് ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു പ്രൊവിഷൻ വെക്കുകയാണ്. എങ്ങനെയുള്ള ഡെപ്റ്റേഴ്സിന് നമ്മൾ നോർമലി ഡിസ്കൗണ്ട് കൊടുക്കുക, പ്രോംപ്റ്റ് പേയ്മെന്റ് ചെയ്യുന്ന ഡെപ്റ്റേഴ്സിനാണ് നമ്മൾ ഡിസ്കൗണ്ട് വരിക. ഓക്കെ, ഇത് നോർമലി പ്രാക്ടീസ് ടു അലോ ക്യാഷ് ഡിസ്കൗണ്ട് ടു ദ കസ്റ്റമേഴ്സ് ഫോർ പ്രോംപ്റ്റ് പേയ്മെന്റ്. പക്ഷെ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് വരുമ്പോൾ നമ്മളൊരു പ്രൊവിഷൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, the current year we created debtors related to the current year. At the end of the accounting year, a provision is created for the anticipated loss in the form of discount. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു പ്രൊവിഷൻ അലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അവിടെ രണ്ട് സൈഡിൽ കാണിക്കണം. പ്രൊവിഷൻ പറയുമ്പോൾ എവിടെയാണ് കാണിക്കുക, ഒന്ന് പ്രോഫിറ്റ് ലോസ്, അങ്ങനെ ആലോചിച്ചാൽ മതി. പ്രൊവിഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ പറഞ്ഞതിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ. പ്രൊവിഷൻ പറയുന്ന ആ ഒരു എക്സ്പെൻസ് നമ്മളെല്ലാവരും എന്താ എവിടെ കാണിച്ചിരിക്കുന്നത്, ഡെബിറ്റ് സൈഡിലാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് ഒന്ന് നമ്മൾ ഷോ ചെയ്യേണ്ടത്. സെക്കൻഡ് വൺ എവിടെ നിന്നാണ്, ഡെപ്റ്റേഴ്സിന് റിലേറ്റഡ് ആണ്. സോ ഡെപ്റ്റേഴ്സിൽ നിന്ന് ലെസ് ചെയ്യണം. ഡിഡക്റ്റീവ് ഫ്രം ഡെപ്റ്റേഴ്സ് ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഡെപ്റ്റേഴ്സിൽ നിന്ന് ബാഡ് ഡെപ്റ്റ് ലെസ് ചെയ്യണം പറഞ്ഞ്, പിന്നെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് ലെസ് ചെയ്യണം പറഞ്ഞ്, പിന്നെ എന്താ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ലെസ് ചെയ്യണം. അപ്പോൾ മൂന്നെണ്ണം ലെസ് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞ്. ഓക്കെ, അപ്പൊ കണക്ട് ചെയ്താൽ മതി, അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും. ഇതെല്ലാം എല്ലാ ക്വസ്റ്റ്യൻസിലും വരുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. ഡെപ്റ്റേഴ്സ് റിലേറ്റഡ് ചെയ്ത് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിലും വരുന്ന സെയിം അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഡെപ്റ്റേഴ്സ്, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് ആലോചിച്ചാൽ പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റിന്റെ ഡെപ്റ്റേഴ്സിന് ലെസ് ചെയ്യണം, അതേപോലെ ഡെബിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഷോ ചെയ്യണം. ഓക്കെ,
നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്. അപ്പൊ ഇത്രയും നേരം 3 കാര്യങ്ങൾ നമ്മൾ ഡെപ്റ്റേഴ്സിനോട് പറഞ്ഞത്. ഇപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ക്രെഡിറ്റേഴ്സിന് പ്രൊവിഷൻ വെക്കുകയാണെന്ന് എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അവിടെ ഡെപ്റ്റേഴ്സ് ആകുമ്പോൾ എവിടെ ഷോ ചെയ്തത്? ഡെബിറ്റ് സൈഡിൽ. അപ്പൊ ക്രെഡിറ്റേഴ്സിന് നമ്മൾ എവിടെ ഷോ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് സൈഡിൽ. ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഫസ്റ്റ് ഷോ ചെയ്യേണ്ടത് ആ എമൗണ്ട്, പ്രൊവിഷന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് എവിടെയാണ്? ഡിഡക്റ്റീവ് ഫ്രം ദ ക്രെഡിറ്റേഴ്സ് ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സിൽ നിന്ന് ലെസ് ചെയ്യണം. ഓക്കെ, നേരത്തെ ഡെപ്റ്റേഴ്സിൽ നിന്ന് ലെസ് ചെയ്യണം എന്ന് പറഞ്ഞ് ക്രെഡിറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ആകുമ്പോൾ ക്രെഡിറ്റേഴ്സിൽ നിന്ന് ലെസ് ചെയ്യണം. നെക്സ്റ്റ്, അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കണം. ഒരു സെറ്റ് ആയിട്ട് ആലോചിച്ച് വെച്ചാൽ അപ്പോൾ പെട്ടെന്ന് കിട്ടും. നമ്മൾ കുറച്ച് ബാഡ് ഡെപ്റ്റ്സിന്റെ കാര്യം പറഞ്ഞു, ഡിപ്രിസിയേഷൻ അപ്രീസിയേഷന്റെ കാര്യങ്ങൾ പറഞ്ഞ്, ക്ലോസ് സ്റ്റോക്കിന്റെ കാര്യങ്ങൾ പറഞ്ഞു, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് ഇൻകം, അങ്ങനെ 4 സെറ്റ് പറഞ്ഞു. അങ്ങനെ സെറ്റ് ആക്കി ഓർത്ത് വെച്ചാൽ പെട്ടെന്ന് റിമൈൻഡ് ചെയ്യുക എളുപ്പമായിരിക്കും. നെക്സ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്ന് പറയുന്നത് ലോസ് ഓഫ് സ്റ്റോക്ക് ബൈ ഫയർ. ഓക്കെ, എന്താ ഒരു ബിസിനസ് ആവുമ്പോൾ ഒരുപാട് ലോസസിന് സാധ്യത ഉണ്ട്. എങ്ങനെ ലോസസ് ആവുക? ഒരു അബ്നോർമൽ റീസൺ സച്ച് ആസ് ആക്സിഡന്റ് ആവുക, ഫയർ ആവുക, എർത്തുകേക്ക് ആവുക, അങ്ങനെയല്ല ലോസസ് വരാം. ഇങ്ങനെയുള്ള ലോസസ് മേ ബി ഇൻഷുർഡ് ആവുക, ചില ടൈമിൽ നോട്ട് ഇൻഷുർഡ് ആവുക. ഓക്കെ, ഇൻഷുർഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വേറെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി, ഇൻഷുർഡ് അല്ല എന്നുണ്ടെങ്കിൽ വേറെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആണ്. അതാണ് ഇനി പറയുന്നത്. ഇഫ് ഗുഡ്സ് ആർ നോട്ട് ഇൻഷുർഡ്, ഇൻഷുർഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സപ്പോസ് ഒരു 1 lakh rupees ആണ് ലോസസ് വന്നിക്കുന്നത് ബൈ ഫയർ ആയിട്ട് സ്റ്റോക്ക് ലോസ് വന്നിച്ചാൽ ആ 1 lakh rupees കമ്പനിക്ക് ലോസ് ആണ്. 1 രൂപ പോലും ഇൻഷുറൻസ് ഇല്ല. സോ ആ 1 lakh rupees കമ്പനി നഷ്ടം സഹിച്ചേ തീരുള്ളൂ. അങ്ങനെ വരുമ്പോൾ എത്ര രൂപയാണോ നമുക്ക് ലോസ്, അല്ലെ എത്ര രൂപയാണോ ഫയർ വന്ന് നമുക്ക് ലോസ് ആയത്, ആ ടോട്ടൽ എമൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. പ്ലസ് എത്രയാണോ ആ സെയിം എമൗണ്ട് ഡെബിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഷോ ചെയ്യണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ്. ഇഫ് ഗുഡ്സ് ആർ നോട്ട് ഇൻഷുർഡ്, ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഷോ ചെയ്യണം. സെയിം എമൗണ്ട് ഷുഡ് ബി ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, ഇപ്പോൾ 1 lakh ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലും 1 lakh കൊടുക്കണം, ഡെബിറ്റ് സൈഡിലും 1 lakh കൊടുക്കണം ട്രേഡിങ്ങിന് പ്രോഫിറ്റ് ലോസ്. സപ്പോസ് ഇൻഷുറൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇൻഷുറൻസ് കമ്പനി നമ്മൾ ആ 1 lakh rupees ഫുൾ ആയിട്ട് ക്ലെയിം അഡ്മിറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എൻട്രി ആണ് എഴുതുക എന്നാണ് സെക്കൻഡ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ടോട്ടൽ എത്ര ലോസ് ആണ്, 1 lakh ആണ് ലോസ് ആണെങ്കിൽ ആ 1 lakh എവിടെ കാണിക്കണം? ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കണം. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ ട്രേഡിംഗ് അക്കൗണ്ടിൽ 1 lakh rupees എഴുതണം. അപ്പോൾ നമുക്കിവിടെ ലോസ് ഒന്നും വന്നിട്ടില്ല, വന്ന ലോസ് ഇൻഷുറൻസ് കമ്പനിക്കാർ ഏറ്റെടുത്തു. അപ്പം നമുക്കതൊരു അസറ്റ് ആണ്, നമുക്ക് ലോസ് വന്നിട്ടില്ല. സോ വി ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും നമ്മൾ കാണിക്കണം. ഓക്കെ, ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് അക്കൗണ്ട്, സെക്കൻഡ് വൺ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. തേർഡ് കേസ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിക്കാര് നമ്മൾ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇൻഷുറൻസ് കമ്പനിക്കാർ ഫുൾ എമൗണ്ട് 1 lakh തന്നെ അവര് ക്ലെയിം അഡ്മിറ്റ് ചെയ്തില്ല. അതിന്റെ ഒരു ഭാഗം, ഒരു പാർട്ട് അല്ലെ ഒരു പോർഷൻ മാത്രമാണ് ഇൻഷുറൻസ് തരാം എന്നവർ സമ്മതിച്ചത്. ഡ്യൂ ടു സെവറൽ റീസൺ, അവർ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാവും അവർ ആ ഒരു പോർഷൻ മാത്രം തരിക, അല്ലെങ്കിൽ ആ ഒരു പോർഷൻ മാത്രം അവർ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതുക? ജേണൽ എൻട്രി അല്ല, അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എങ്ങനെയാണ് ചെയ്യുക എന്നാണ് പറയുന്നത്. എത്രയാണ് ടോട്ടൽ എമൗണ്ട്? ഇപ്പോൾ 1 lakh ആണെങ്കിൽ 1 lakh എമൗണ്ട് നമ്മൾ എവിടെ കാണിക്കണം? 3 കേസ് ആണെങ്കിലും ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ 1 lakh എമൗണ്ട്, ലോസ് എത്രയാണ് ഫോർ എക്സാമ്പിൾ ആണ്, ലോസ് എത്രയാണ് പറഞ്ഞാൽ ആ എമൗണ്ട് കാണിക്കണം. പിന്നെ എവിടെ കാണിക്കണം? ഒറ്റ എമൗണ്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് വന്ന ലോസ് നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് കാണിച്ചത്. ഫുൾ എമൗണ്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു അസറ്റ് ആണ്. സോ വി ഷോൺ ഓൺ ദ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലാണ് കാണിച്ചത്. അപ്പോൾ ഒരു പോർഷനെ കിട്ടിയിട്ടുള്ളൂ, ഒരു പോർഷൻ കിട്ടിയിട്ടില്ല എന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ കാണിക്കുക. ഇത് മേലെ പറഞ്ഞ രണ്ടിന്റെയും കൂടി ഒരു കമ്പൈൻഡ് ഫോം. കിട്ടിയ ഭാഗം, അതായത് നമുക്ക് കിട്ടിയ അസറ്റ്, ആ ഒരു പോർഷൻ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കണം. കിട്ടാത്ത പോർഷൻ, ഫോർ എക്സാമ്പിൾ 50,000 ആണ് ക്ലെയിം അവർ അഡ്മിറ്റ് ചെയ്ത്, 50,000 നമുക്ക് ക്ലെയിം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കിട്ടാത്ത 50,000 നമ്മളെ ലോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും കിട്ടിയ എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലുമാണ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പൊ 3 എൻട്രീസ് ആണ് ഇവിടെ, 3 സൈഡിലാണ് നമ്മൾ ഷോ ചെയ്യേണ്ടത്. മനസ്സിലായി വിചാരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡ്രോയിങ്സ് ഇൻ ഗുഡ്സ്. ഗുഡ്സിന് വന്ന ഡ്രോയിങ്സ് ആണ്. അതായത് നമ്മൾ അതിൽ വരുന്ന ഓണേഴ്സ് അവരെ പേഴ്സണൽ യൂസ് അല്ലെ പ്രൈവറ്റ് യൂസിന് ഗുഡ്സ് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വി ട്രീറ്റ് ആസ് എ ഡ്രോയിങ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഡ്രോയിങ്സ് ആണെന്നുണ്ടെങ്കിൽ വി ഷോ 2 സൈഡ്സ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഷോ ചെയ്യണം. സെക്കൻഡ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ
ക്യാപിറ്റലില് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് ക്യാപിറ്റലിൽ നിന്ന് ഡിഡക്ട് ചെയ്യണം. ക്യാപിറ്റൽ മൈനസ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് കാണിക്കണം ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ. ഓക്കെ, നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ക്യാപിറ്റലിനുള്ള ഇൻട്രസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന ഇൻട്രസ്റ്റ് ക്യാപിറ്റലിന് വരുമ്പോൾ കമ്പനിയുടെ ബേസിൽ അതൊരു എക്സ്പെൻസസും ഓണറിന് അതൊരു ഇൻകം ആണ്. സോ കമ്പനിക്ക് എക്സ്പെൻസസ് ആണ് എന്നുണ്ടെങ്കിൽ എവിടെ നമ്മൾ ഷോ ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ. ഫസ്റ്റ് ഷോ ഡെബിറ്റ് ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അത് ക്യാപിറ്റൽ അക്കൗണ്ടിക്ക് വരുന്ന ഇൻട്രസ്റ്റ് അല്ലേ. സോ ആഡ് ഇറ്റ് ടു ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആ എമൗണ്ട് ആഡ് ചെയ്യണം. ഓക്കെ, ഡ്രോയിങ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന് ലെസ് ചെയ്യാണ് ചെയ്തത്. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ കൂടെ ആഡ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഡ്രോയിങ്സിന് വരുന്ന ഇൻട്രസ്റ്റ് ഡ്രോയിങ്സിന്റെ എവിടെയാണ് കാണിക്കുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പറയുമ്പോൾ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ബിസിനസിന് അതൊരു ഇൻകം ആണ്. സോ വി ഷോൺ എന്താണ് ഒരു ഏർണിങ്സ് ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഷോ ചെയ്യണം. മറ്റൊരു എക്സ്പെൻസസ് ആകുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആകുമ്പോൾ എക്സ്പെൻസസ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് ഷോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് ഷോ ചെയ്യേണ്ടത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ. അതേപോലെ ക്യാപിറ്റൽ നിന്ന് ഡിഡക്ട് ചെയ്യണം ആ ഇൻട്രസ്റ്റ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ലൈക്ക് എന്താണ് പറയുക, ഹെവി അഡ്വർടൈസ്മെന്റ്സ്. അതായത് ആ ചെയ്ത അഡ്വർടൈസ്മെന്റിന്റെ വാല്യൂ എന്ന് പറയാൻ ലോങ് ടേം പീരിയഡ് കിട്ടും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു 5 lakh rupeesന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്തു. അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന അതിന്റെ ഒരു ബെനിഫിറ്റ് എന്നൊരു 5 yearsന് കിട്ടും എന്നാണ് നമ്മൾ ബെനിഫിറ്റ് വിചാരിക്കുന്നത്. സപ്പോസ് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു 1 yearലല്ല ആ ഒരു ഫുൾ എമൗണ്ട് എക്സ്പെൻസസ് ആയി കാണിക്കുക, ഓരോ ഇയറിൽ റിട്ടേൺ ഓഫ് ചെയ്യാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 1 lakh വെച്ചിട്ട് ഈച്ച് ഇയറിൽ 5 year കൊണ്ട് റിട്ടേൺ ഓഫ് ചെയ്യാണ്. അങ്ങനെ വരുന്ന ഒരു എക്സ്പെൻസ് ആണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഓരോ വർഷം എത്ര എമൗണ്ട് ആണോ റിട്ടേൺ ഓഫ് ചെയ്യുന്നത് ആ ഒരു എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഫോർ എക്സാമ്പിൾ 1 lakh ഈച്ച് ആണ് ഇയർലി നമ്മൾ കാണിക്കണമെങ്കിൽ ആ 1 lakh ഡെബിറ്റ് സൈഡ് ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുക. ഡെബിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡെബിറ്റ് സൈഡിൽ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ പറഞ്ഞ് 1 lakh കാണിക്കുക. ബാലൻസ് 4 lakh, 5 lakhൽ ബാലൻസ് 4 lakh ആണ്. അത് അസറ്റ് സൈഡിൽ ബാലൻസ് ഷീറ്റിൽ ഷോ ചെയ്യുക. ബാലൻസ് ഈസ് ഷോൺ ഇൻ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. അങ്ങനെ സെക്കൻഡ് ഇയർ ആകുമ്പോൾ അതിൽ ബാലൻസ് 4 lakh എന്നും ഫസ്റ്റ് ഇയറിൽ ആ 4 lakhന് 1 lakh വീണ്ടും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. ബാലൻസ് 3 lakh ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കും. തേർഡ് ഇയർ ആകുമ്പോൾ വീണ്ടും 1 lakh കാണിക്കും, അവിടെ 2 lakh കാണിക്കും. അങ്ങനെ റിട്ടേൺ ഓഫ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡെബിറ്റ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലും അസറ്റ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലുമാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ കാണിക്കുക. ഓക്കെ, ലാസ്റ്റ് ജേണൽ എൻട്രി അല്ല, നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്ന് പറയുന്നത് റിസർവ് ഫണ്ട്. നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി റിസർവ് ചെയ്യുക. ഒരു ബിസിനസിന്റെ ഫ്യൂച്ചറിന്റെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി റിസർവ്സ് നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് ഒരു പോർഷൻ ഓഫ് എമൗണ്ട് നമ്മൾ റിസർവിലേക്ക് മാറ്റണം. ഫോർ എന്തിനെങ്കിലും ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യുക, ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യാനോ മറ്റാവശ്യങ്ങൾക്കോ വേണ്ടി റിസർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റിസർവ് ഫണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലും കാണിക്കണം. ആ ഒരു എമൗണ്ട് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലും കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അഡ്ജസ്റ്റ്മെന്റ് മെയിൻ ആയിട്ട് വരുന്ന നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്തിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ ഇത് മറക്കില്ല, നമുക്ക് നന്നായി തന്നെ എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ എൻട്രീസും മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിൽ വഴി ഞാൻ റിപ്ലൈ ചെയ്യാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടെയുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക, കൂടെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഒരു വീഡിയോ ഞാനൊരു പ്രോബ്ലം ചെയ്യുന്ന വീഡിയോസ് ചെയ്യാം. അപ്പോൾ എങ്ങനെ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുറച്ച് ട്രിക്സും കാര്യങ്ങളും എല്ലാം ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. എങ്ങനെ സിമ്പിളായിട്ട് വിത്തിൻ ഷോർട്ട് പീരിയഡിൽ നമുക്കൊരു എസ്സേ എങ്ങനെ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.